Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. UGC നെറ്റ് കോമേഴ്സിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 71ാമത്തെ ചോദ്യം മുതലാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇക്കണോമിക്സിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം UGC നെറ്റ് കോമേഴ്സിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല. റെക്കോർഡുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് UGC നെറ്റ് കോമേഴ്സ് ക്ലിയർ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 71 ആണ്. ഇലാസ്റ്റിസിറ്റിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. The cross price elasticity between two goods A and B is minus 0.8. Then if the price of good B rise by 20%, how will the demand for A change? 4 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് ഫോർമുല അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. സോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ബിറ്റ്വീൻ ടു ഗുഡ്സ് എന്ന് പറയുന്നത് -0.8 പറയുന്നത്. അപ്പോൾ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു, അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ എ അല്ലേ? ചേഞ്ച് ഇൻ ഡിമാൻഡ് of A divided by change in price by B ആണ് ഇക്വേഷൻ വരാം. അപ്പോൾ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി -0.8 ഈക്വൽ, ഞാൻ എൻ്റെ വൃത്തി നോക്കണ്ട, ഞാൻ പറഞ്ഞു എഴുതുന്നുണ്ട് കേട്ടോ. ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഓഫ് എ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ബൈ ബി. അപ്പോൾ -0.8 ഈക്വൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഓഫ് എ നമുക്കറിയില്ല. സോ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഓഫ് എ നമുക്കറിയില്ല, ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് ഗുഡ് ബി റൈസ് ബൈ 20%. അപ്പോൾ 20%. സോ നമുക്ക് വേണ്ടത് എന്താണ്? ചേഞ്ച് ഇൻ ഡിമാൻഡ് ഓഫ് എ അല്ലേ? അപ്പോൾ ഈക്വൽ, ഇത് രണ്ടും കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20% ഇൻറ്റു 0.8 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? -16% ആണ് വരാം. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഓഫ് എ, ദാറ്റ് മീൻസ് അവിടെ എന്താണ് പറയുന്നത്? പ്രൈസ് ബിയുടെ 20% കൂടുമ്പോൾ ഡിമാൻഡ് എയുടെ 16% കുറയാണ് ചെയ്യുക. അപ്പോൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ് ഇത് രണ്ടും വരുന്നത്. സോ പ്രൈസ് 20% കൂടുമ്പോൾ ബിയുടെ 16% ഡിമാൻഡ് കുറയും. ആരുടെ? എയുടെ. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ 1 ആണ് ആൻസർ വരിക. ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ട്? സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 71. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ടു 72. അടുത്തതും ഇലാസ്റ്റിസിറ്റി ആണ് കേട്ടോ. ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഡിക്രീസസ് ഫ്രം 100 rupees to 60 per unit. If the price elasticity of demand in 1.5 and the original quantity demanded in 30 units, what will be the new quantity demanded? പുതിയ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം.
പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 1.5 പറയണ്ടോ ഇക്വേഷൻ ഇതാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ഇത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്. 1.5 ഈക്വൽ ചേഞ്ച് ഇൻ പ്രൈസ് അല്ലേ, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി നമുക്കറിയില്ല. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി നമുക്കറിയില്ല ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഡിക്രീസ് ചെയ്തു 100 നിന്ന് 60 അപ്പൊ ചേഞ്ച് ഇൻ പ്രൈസ് 100 മൈനസ് 60 ഈക്വൽ 40 ആണ്. 40 ഇൻറ്റു ഒറിജിനൽ പ്രൈസ് P 100 ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി 30. ഇതാണ് ഇക്വേഷൻ വരാം. അപ്പോൾ എന്താണ് ഇക്വേഷൻ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഇൻറ്റു ഒറിജിനൽ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അപ്പോൾ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പുതിയത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇത് കട്ട് ചെയ്ത് പോയി 10/3 വന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് 1.5 ഈക്വൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിനെ ഇങ്ങനെ ഇടാം. ചേഞ്ച് ഇൻ ക്യൂ ഇൻറ്റു 10 വരും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇങ്ങനെ എഴുതാം. ചേഞ്ചിനെയാണ് കേട്ടോ, എൻ്റെ എഴുത്ത് ഇങ്ങനെയാണ്. ഡിവൈഡഡ് ബൈ 40 into 3 120. സോ ഇൻറ്റു ഉണ്ട് കേട്ടോ അവിടെ, ഇൻറ്റു ഇട്ടില്ലേ, ഇൻറ്റു വൃത്തിയിൽ എഴുതാമല്ലേ നമുക്ക്. 10 ഇൻറ്റു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതും കട്ടായി. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ്സ് ഓൾ. അപ്പോൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എത്ര വരും? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് 12 into 1.5 എന്ന് പറയുമ്പോൾ 18. നമുക്കിവിടെ വേണ്ടത് എന്താ? ന്യൂ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഓൾറെഡി ഉള്ളത് എത്രയാ? 30 ആണ്. അപ്പം ന്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ന്യൂ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കണ്ടുപിടിക്കണമെങ്കിൽ 30 ഓൾറെഡി ഉള്ളത് പ്ലസ് 18 48 വരും അല്ലേ. സ്റ്റെപ്പ് ഒന്നുകൂടി ഞാൻ പറയാം. നമ്മുടെ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഇതിലിപ്പോൾ വേറെ ഒന്നും പറയാനില്ല, ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഇൻറ്റു ഒറിജിനൽ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ദെൻ നമ്മളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ. അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് കിട്ടി. ഡിമാൻഡഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അല്ലേ. ന്യൂ ക്വാണ്ടിറ്റി ഡിമാൻഡ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ പരിപാടി. അതിന് ഓൾറെഡി ഉള്ളത് 30 ആണ്. അതിൻ്റെ കൂടെ 18 കൂടി ആഡ് ചെയ്യുമ്പോൾ 48. ഓക്കെ, ഓപ്ഷൻ 2 ആണ് കേട്ടോ ആൻസർ. നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 73. നോക്കാം. The type of market where few sellers are selling competing products to many buyers is known as. Few means എന്താ? ഒളിഗോ അല്ലേ. അപ്പോൾ മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഈസി ആയിട്ട് പറയാം ഒളിഗോപ്പൊളിയാണ്. ഒളിഗോ മീൻസ് ഫ്യൂ, കുറച്ച് ആൾക്കാർ ബയേഴ്സിന് സെല് ചെയ്യുമ്പോഴാണ് ഒളിഗോപ്പൊളി എന്ന് പറയാം. മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ ഒറ്റ ആൾ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മെനി ബയേഴ്സ് മെനി സെല്ലേഴ്സ് ഉണ്ട്. ഇവിടെ ആകുമ്പോൾ എന്താണ്? ഈ മൊണോപ്പൊളിയുടെയും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മിക്സ്ചറാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. അപ്പോൾ ഫ്യൂ സെല്ലേഴ്സ് വരുന്നത് എവിടെയാണ്? ഒളിഗോപ്പൊളിയിലാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 3 ആണ് ആൻസർ വരാം, ഒളിഗോപ്പൊളി. അത് ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർമുല കറക്റ്റ്ലി ഷോ ദ റിലേഷൻഷിപ്പ് ആവറേജ് റവന്യൂ AR, മാർജിനൽ റവന്യൂ ആൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡഡ്. ഇത് മൂന്നും നമ്മുടെ റിലേഷൻഷിപ്പ് ഏത് ഫോമിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാർജിനൽ റവന്യൂ എന്ന് പറയുമ്പോൾ MR, ദെൻ AR
ഇവിടെ എം ആർ ഈക്വൽ എ ആർ പ്ലസ് സി മൈനസ് 1, എ ആർ ഈക്വൽ എം ആർ മൾട്ടിപ്ലൈ ഇതല്ലല്ലോ, എം ആർ ഇതല്ലേ മാർജിനൽ റവന്യൂ ഈക്വൽ ആവറേജ് റവന്യൂ ഇൻറ്റു ഈ മീൻസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിനെയാണ് പറയുക. അപ്പോൾ മാർജിനൽ റവന്യൂ ഈക്വൽ ആവറേജ് റവന്യൂ ഇൻറ്റു ഇലാസ്റ്റിസിറ്റി -1 ഡിവൈഡ് ബൈ ഇലാസ്റ്റിസിറ്റി. ഇതാണ് ഇക്വേഷൻ. ഇതിലിപ്പോൾ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും കൂടുതൽ പറഞ്ഞു തരാനില്ല. നിങ്ങൾ എക്കണോമിക്സിലെ ഇലാസ്റ്റിസിറ്റിയുടെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടികിട്ടേണ്ടതാണ്. ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ എന്ന് പറയുമ്പോൾ എന്താ, അഡീഷണൽ ടോട്ടൽ റവന്യൂവിൽ അഡീഷണൽ ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന റവന്യൂവിനെയാണ് നമ്മൾ മാർജിനൽ എന്ന് പറയാം. പിന്നെ അപ്പോൾ ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇക്വേഷനാണ്. എം ആർ ഈക്വൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണിത്. ഈക്വൽ എ ആർ ഇൻറ്റു ഇ മൈനസ് ഇ മീൻസ് ഇലാസ്റ്റിസിറ്റി ആണ് കേട്ടോ. ഇ മൈനസ് 1 ഡിവൈഡ് ബൈ ഇ, അല്ലെങ്കിൽ 1 മൈനസ് ഇ ഡിവൈഡ് ബൈ എന്നും പറയാം. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ആൻസർ വരാം. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 75. നമുക്കിതും കൂടി ഒന്ന് നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. 4 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക്. നമ്പർ 1 പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ. ഫംഗ്ഷൻ ഓഫ് ഐ തിങ്ക് ഇതല്ല വരാ, 4 ആണ് വരാ. ക്വാണ്ടിറ്റി ഈക്വൽ എഫ് ഓഫ് എന്തൊക്കെ ഇൻപുട്ട് അല്ല, ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കുന്നു. സോ 4 ആണ് വരാ. ദെൻ നെക്സ്റ്റ് ആവറേജ് പ്രോഡക്റ്റ്. ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ട് ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ലേ, 3 ആണ് വരാ. ദെൻ നെക്സ്റ്റ് മാർജിനൽ പ്രൊഡക്റ്റ്. ടോട്ടൽ പ്രൊഡക്റ്റിൽ നിന്ന് മാർജിനൽ എന്ന് പറയുമ്പോൾ അഡീഷണൽ ആണ്. ടോട്ടൽ പ്രൊഡക്റ്റിൽ നിന്ന് അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ആ അഡീഷണലിനെയാണ് നമ്മൾ മാർജിനൽ എന്ന് പറയുക. ഒരു ടി പി എൻ ടോട്ടൽ പ്രൊഡക്റ്റ് ടി പി എൻ മൈനസ് ടി പി എൻ മൈനസ് 1 ഇതാണ് വരാ, 2 അല്ലേ. ദെൻ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ കെ ഇൻറ്റു കെ എൽ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാ, ആദ്യത്തെ A4 എവിടെയാ, പിന്നെ തന്നെ ആൻസർ. B3 C2 D1 ഓപ്ഷൻ 4 ആണ് ആൻസർ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ 75 ചോദ്യങ്ങൾ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 76 മുതലാണ് ഡിസ്കസ് ചെയ്യാനുള്ള എക്കണോമിക്സിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ആ ചോദ്യങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നമ്മുടെ ഓൺലൈൻ ബാച്ചിന് ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.